ബീഹാർ ഗവർണർ രാംനാഥ് കോവിന്ദ് NDA രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ബിജെപിയുടെ ദളിത് മോർച്ച അധ്യക്ഷനും രാജ്യസഭാംഗവുമായിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ കോവിന്ദ്. രാംനാഥ് കോവിന്ദിന് RSS രാഷ്ട്രീയം തന്നെയാണെന്നും വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ വെച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി BJP ദളിത് മോർച്ചയുടെ നേതാവ് മാത്രമാണെന്നും രാജ്യത്ത് വേറെയും പ്രമുഖരായ ദളിത് നേതാക്കളുണ്ടെന്നും തൃണമൂൽ നേതാവ് മമതാ ബാനർജി പ്രതികരിച്ചു. രാഷ്ട്രീയക്കാരനല്ലാത്ത ദളിത് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ കൂടുതൽ ഉചിതമാകുമായിരുന്നുവെന്ന് BSP നേതാവ് മായാവതിയും പ്രതികരിച്ചു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ഘട്ടത്തിലും പറഞ്ഞു കേൾക്കാത്ത പേരായിരുന്നു രാംനാഥ് കോവിന്ദിന്റേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. NDA के प्रत्याशी के रूप में आज श्री रामनाथ कोविंद गवर्नर बिहार का नाम तय किया गया है और मैं रामनाथ जी का परिचय भी आपको देना चाहूंगा. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരെ ഫോണിൽ വിളിച്ച് പിന്തുണ തേടി. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അറിയിക്കാമെന്ന വാഗ്ദാനം BJP പാലിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സമവായത്തിനുള്ള ആത്മാർത്ഥ ശ്രമമുണ്ടായില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ദളിത് സ്ഥാനാർത്ഥിയാണെങ്കിലും കോവിന്ദിന്റേത് RSS രാഷ്ട്രീയം തന്നെയാണെന്നും യെച്ചൂരി പ്രതികരിച്ചു. On whom do you want to build a consensus? To which they had no answer then. They said when they decide they'll come back to us again with a proposal. Instead of coming back to us with a proposal, they have announced a candidate. വ്യാഴാഴ്ചത്തെ യോഗത്തിന് ശേഷം പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്താണെന്ന് പ്രഖ്യാപിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും അറിയിച്ചു. ചർച്ചകൾക്കായി BJP നിയോഗിച്ച മന്ത്രിതല സമിതിയോട് പ്രതിപക്ഷ പാർട്ടികളുമായി സമവായ ചർച്ചകൾ തുടരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമോ എന്ന കാര്യം അറിയണമെങ്കിൽ വ്യാഴാഴ്ച ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കണം. NDA സ്ഥാനാർത്ഥിക്കെതിരെ പൊതുസമ്മതനെ മത്സരിപ്പിക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ദില്ലിയിലെ BJP ആസ്ഥാനത്ത് നിന്നും M. സന്തോഷ്. ആധാരങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന ഉത്തരവ് വ്യാജമെന്ന കേന്ദ്രം. അണ്ടർ സെക്രട്ടറി ശിവനാഥ് സിംഗിന്റെ ഒപ്പോടുകൂടിയാണ് ഉത്തരവ് പ്രചരിച്ചത്. 1950 ശേഷമുള്ള എല്ലാ ആധാരങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും ഓഗസ്റ്റ് 14 മുൻപ് ബന്ധിപ്പിക്കാത്തവ ബിനാമി സ്വത്തായി കണക്കാക്കുമെന്നുമായിരുന്നു ഉത്തരവായി പ്രചരിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്വാമി ഗംഗേശാനന്ദ കേസിൽ പെൺകുട്ടി പ്രതിയുടെ അഭിഭാഷകൻ അയച്ച കത്തിന് പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയെന്ന കാമുകൻ. പെൺകുട്ടി അന്യായ തടങ്കലിലാണെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കാമുകൻ അയ്യപ്പദാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. സ്വാമി ഗംഗേശാനന്ദ തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്നും സ്വാമിയുടെ ലിംഗം മുറിച്ചത് തന്റെ സുഹൃത്ത് അയ്യപ്പദാസാണെന്നും ചൂണ്ടിക്കാട്ടി പെൺകുട്ടി സ്വാമിയുടെ അഭിഭാഷകന് കത്തയച്ചിരുന്നു. ഈ കത്തിനു പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കിയാണ് കാമുകൻ അയ്യപ്പദാസ് ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ പോലീസിനും കോടതിക്കും നൽകിയ മൊഴിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് കത്തിൽ പറയുന്നത്. ഇതിനു പിന്നിൽ സംഘപരിവാറാണ്. പെൺകുട്ടിയെ സ്വാമി കഴിഞ്ഞ മെയ് 19 ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. അന്ന് പെൺകുട്ടി തന്നെയാണ് ലിംഗം മുറിച്ചത്. പെൺകുട്ടിയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. മെട്ടച്ചിറയിൽ അന്യായമായി പാർപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയെ മോചിപ്പിക്കാൻ കോടതി ഇടപെടണമെന്നും അയ്യപ്പദാസ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പറയുന്നു. സത്യം പുറത്തുവരാൻ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. ഈ മാസം 26 ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് പോക്സോ കോടതി നാളത്തേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഗംഗേശാനന്ദയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജാമ്യം നൽകിയാൽ മതിയെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിലിരിക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. പെൺകുട്ടിയെ ബ്രെയിൻ മാപ്പിംഗിനും പോളിഗ്രാഫിനും വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. എല്ലാ ഹർജികളിലും വാദം കേട്ട കോടതി കേസ് വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റി. സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് പോക്സോ കോടതി നാളത്തേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഗംഗേശാനന്ദയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജാമ്യം നൽകിയാൽ മതിയെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ആരോഗ്യനില അറിയുന്നതിന് മെഡിക്കൽ റിപ്പോർട്ടുകൾ കോടതിയിൽ വിളിച്ചു വരുത്തണമെന്ന് പ്രതിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. എന്നാൽ കേസ് വഴിത്തിരിവിലെത്തി നിൽക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. പെൺകുട്ടിയെ ബ്രെയിൻ മാപ്പിംഗിനും പോളിഗ്രാഫിനും വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചു. എല്ലാ ഹർജികളിലും വാദം കേട്ട കോടതി കേസ് വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. DGP ജേക്കബ് തോമസ് IMG ഡയറക്ടറായി ചുമതലയേറ്റു. പുതിയ തസ്തിക അപ്രധാനമല്ലെന്നും ജനഹിതമാണ് മനമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ താൻ കൂട്ടിലല്ലെന്നും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറിയതിന്റെ കാര്യകാരണങ്ങൾ പുതിയ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. IMG ഡയറക്ടർ തസ്തിക കേഡർ പോസ്റ്റായി ഉയർത്തിയാണ് ജേക്കബ് തോമസിന് നിയമനം നൽകിയത്. ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഗരസഭയിൽ നിന്നും മോഷണം പോയ ഫയലുകൾ തിരിച്ചുകിട്ടി. കുടുംബശ്രീ ഓഫീസിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഫയലുകൾ. ഫയൽ കാണാതായ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഫയലുകൾ തിരികെ ലഭിച്ചത്. പുതുവൈപ്പിൽ IOC പ്ലാന്റിനെതിരെ നടക്കുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ചർച്ച തിരുവനന്തപുരത്താണെങ്കിൽ പങ്കെടുക്കില്ലെന്ന സമരസമിതി. ചർച്ച കൊച്ചിയിലാണെങ്കിൽ പങ്കെടുക്കാമെന്നും സമരസമിതിക്കാർ അറിയിച്ചു. അതേസമയം സമരത്തിന് പിന്നിൽ ചില തീവ്ര സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് റൂറൽ SP വ്യക്തമാക്കി. പുതുവൈപ്പിൽ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കാനം രാജേന്ദ്രൻ. തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് വീഴ്ച മറച്ചുവെക്കാനാണെന്നും കാനം രാജേന്ദ്രൻ. വികസന കാര്യത്തിൽ പിണറായി അഭിനന്ദിച്ചു രാജഗോപാൽ. പിണറായിയുടേത് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള നിലപാടുകളെന്ന് രാജഗോപാൽ കോഴിക്കോട് പറഞ്ഞു. മെട്രോ യാത്രയിൽ കുമ്മനം നുഴഞ്ഞുകയറിയതല്ലെന്നോ രാജഗോപാൽ. മെട്രോ യാത്ര ഔദ്യോഗിക പരിപാടിയായിരുന്നില്ലെന്നും അതുകൊണ്ട് പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും രാജഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണ് പോയത്. സംസ്ഥാന പ്രസിഡന്റ് വലിഞ്ഞു കയറി പോയതല്ല. പ്രോട്ടോകോൾ ബാധിക്കുന്ന ഔദ്യോഗികമായ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. മറ്റ് ട്രെയിൻ സഞ്ചാരത്തിൽ പോകുന്നത് അത് ഔദ്യോഗികമായിട്ടുള്ള പരിപാടിയല്ല. അതുകൊണ്ട് അതിന് പ്രോട്ടോകോൾ ബാധകമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹത്തിനോടൊപ്പം ആ ട്രെയിനിൽ യാത്ര ചെയ്തു. അവിടെ മറ്റു പലരും ഉണ്ടായിരുന്നല്ലോ. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടതായി ടെലിഫോൺ സന്ദേശം. പാലക്കാട് മംഗലശ്ശേരി സ്വദേശി സജീർ കൊല്ലപ്പെട്ടതായി കാസർഗോഡ് പടന്ന സ്വദേശിക്കാണ് സന്ദേശം ലഭിച്ചത്. അഫ്ഗാനിലെ IS കേന്ദ്രത്തിലുള്ള അഷ്ഫാഖ് മജീദാണ് പടന്ന സ്വദേശിക്ക് സജീറിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സന്ദേശം അയച്ചിരിക്കുന്നത്. നേരത്തെയും അഷ്ഫാഖ് IS കേന്ദ്രത്തിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിനുള്ളിൽ പ്രസവിച്ച മലയാളി യുവതിയും കുഞ്ഞും മുംബൈയിലെ ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു. 35,000 അടി ഉയരത്തിലായിരുന്ന വിമാനം അടിയന്തരമായി മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കി യുവതിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുഞ്ഞിന് ജെറ്റ് എയർവേസിന്റെ ലൈഫ് ടൈം ഫ്രീ ടിക്കറ്റ് സമ്മാനമായി ലഭിക്കും. സൗദിയിലെ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര തുടങ്ങുമ്പോൾ മലയാളിയായ സിസിമോളുടെ ഉദരത്തിൽ 30 ആഴ്ച മാത്രം പ്രായമായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. വിമാനം ആകാശത്തേക്ക് പറന്നുയർന്ന് കൃത്യമായി പറഞ്ഞാൽ 35,000 അടി മുകളിലെത്തിയപ്പോൾ സിസിമോൾക്ക് അപ്രതീക്ഷിതമായി പ്രസവ വേദന അനുഭവപ്പെട്ടു. ഈ സമയം വിമാനം പാകിസ്ഥാനിലെ കറാച്ചിക്ക് മുകളിലെ ആകാശപാതയിലായിരുന്നു. ഫ്ലൈറ്റിൽ മെഡിക്കൽ സംഘം ഇല്ലാതിരുന്നതിനാൽ ഫ്ലൈറ്റ് അധികൃതർ യാത്രക്കാരിൽ ആരെങ്കിലും ഡോക്ടറാണെങ്കിൽ അടിയന്തര സഹായം നൽകാൻ അനൗൺസ് ചെയ്തു. എന്നാൽ പാരാമെഡിക്കൽ നഴ്സായ ഒരു മലയാളി സ്ത്രീ മാത്രമാണ് മുന്നോട്ട് വന്നത്. ആ കൊച്ചി സ്വദേശിയുടെ നേതൃത്വത്തിൽ 4 വിമാന ജീവനക്കാർ ചേർന്ന് സിസിമോളുടെ പ്രസവ ശുശ്രൂഷകൾ നടത്തി. അങ്ങനെ പാകിസ്ഥാന്റെ ആകാശത്ത് സിസിമോൾ ഒരു ഇന്ത്യക്കാരനായ ആൺകുഞ്ഞിന് ജന്മം നൽകി. തുടർന്നുള്ള യാത്ര ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൊച്ചിയിലേക്കുള്ള വിമാനം മുംബൈയിൽ ഇറക്കി അമ്മയെയും കുഞ്ഞിനെയും മുംബൈയിലെ അന്ധേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെറ്റ് എയർവേസിന്റെ 9W569 എന്ന വിമാനമാണ് ഈ അപൂർവ നിമിഷത്തിന് വേദിയായത്. ഈ പുതിയ അതിഥിക്ക് ജെറ്റ് എയർവേസ് വിലമതിക്കാനാകാത്തൊരു സമ്മാനവും വാഗ്ദാനം ചെയ്തു. ആജീവനാന്ത സൗജന്യ വിമാനയാത്രയാണ് ആകാശത്തു ജനിച്ച ഈ അതിഥിക്കുള്ള ജെറ്റ് എയർവേസിന്റെ ജന്മദിന സമ്മാനം. ന്യൂസ് ഡെസ്ക്.